അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ട്രെയിനിൽ നിന്ന് കയറി പോയി കൊടുക്കട്ടോ. ട്രെയിനിൻ്റെ മാപ്പുകളൊക്കെ ഒരു ആപ്പ് വഴി കാണാൻ പറ്റൂട്ടോ, എവിടെ എത്തി. അത് ആ മാപ്പിലാണ് ഈ കാണുന്നത്. അപ്പോൾ നിലമ്പൂർ ടു കൊല്ലം വരെയാണ് നമ്മൾ അടിച്ചു വെച്ചത്. അപ്പോൾ അതിൽ അലാറം വെക്കാനൊക്കെ ഉള്ള സംവിധാനമൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഇറങ്ങാൻ്റെ സ്റ്റോപ്പിൻ്റെ തൊട്ട് മുന്നത്തെ സ്റ്റോപ്പ് എത്തുമ്പോൾ അലാറം അടിക്കും കേട്ടോ. ഇതിനൊക്കെ എല്ലാ സംവിധാനം ഈ ആപ്പിലുണ്ട്. ഇങ്ങനെ ഉണ്ട്. അതേപോലെ ഇങ്ങനെ ചെയ്ത് നമ്മളെത്തിയ സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റും. നമ്മൾ വാണിയമ്പലം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇന്ന് ആ സ്റ്റേഷൻ വിട്ടിട്ടോ, അതാണ് ഇതിൽ കാണിക്കണം. ഇതിങ്ങനെ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് നോക്കില്ലല്ലോ എവിടെ എത്തിയ സ്ഥലം എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ തൂർ അടുത്ത് കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ മേലാറ്റൂർ, ഇങ്ങനെ സ്റ്റോപ്പുകൾ കാണിച്ചു കൊണ്ടിരിക്കും കേട്ടോ. ട്രെയിൻ യാത്രയിൽ ഇപ്പോൾ ഈ ആപ്പ് കയറ്റിയ അറിയാത്ത ആളുകൾക്കൊക്കെ സുഖമാണ് കേട്ടോ. അപ്പോൾ അതാണ് ട്രെയിനിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരുന്ന് സാധനങ്ങളും പുറത്തൊക്കെ വാങ്ങുന്നതൊക്കെ ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കും. ട്രെയിനിൽ നിന്ന് ആൾക്കാർ കയറാൻ വേണ്ടി ഓടി വരുന്നുണ്ട് കേട്ടോ. ട്രെയിനിക്ക് നിർത്തണ സ്ഥലം നോക്കി വരികയാണ്. അപ്പോൾ മെല്ലെ മെല്ലെ ഇങ്ങനെ സ്റ്റോപ്പായി വന്നു കൊടുക്കണം. അപ്പോൾ കമ്പാർട്ട്മെൻറ്റ് കണക്കാക്കി ഓരോരുത്തർ ഓടി ഓടി വരുന്നുണ്ടല്ലേ. അങ്ങനെയാണ് ട്രെയിൻ യാത്രയിൽ ഭയങ്കര രസമാണ് കേട്ടോ. ട്രെയിനൊക്കെ ഓരോ സ്റ്റോപ്പിലൊരു 2-3 മിനിറ്റ് സ്റ്റോപ്പ് സമയമുള്ളൂ കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മൾ ഇറങ്ങാനും കയറാനൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ കൂടുതൽ ടൈം നിർത്തൂല ഒരു സ്റ്റേഷനിലും. അപ്പോൾ നമുക്ക് മുൻകൂട്ടി ഇതിൽ ആപ്പിൽ സ്റ്റേഷനുകളൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ നമ്മളതിന് കണക്കൂട്ടി കുറച്ച് നേരത്തെ ഒരുങ്ങി നിൽക്കാം. അടുത്തപ്പോൾ മേലാറ്റൂർ എത്തില്ല. അപ്പോൾ മേലാറ്റൂരാണിപ്പോൾ നമ്മൾ പാസ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ ഇടയ്ക്ക് അവിടുന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ അങ്ങാടിപ്പുറം എന്ന് പറഞ്ഞ സ്റ്റേഷനിലാണ് ഇപ്പോൾ എത്തിയത്. അങ്ങാടിപ്പുറം സ്റ്റേഷൻ കാണാൻ നല്ല ഭംഗിയുണ്ട്. നല്ല ലൈറ്റ് അറേഞ്ച്മെൻ്റൊക്കെ ഉണ്ട്. ഒരുപാട് സ്ഥലത്ത് സ്റ്റേഷനുകളൊക്കെ പണി നടന്നു കൊടുക്കുക. പഴയ ബിൽഡിങ്ങുകളൊക്കെ പൊളിച്ച് പുതിയ ബിൽഡിങ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ പോകുന്ന ലൈനിൽ തന്നെ ഒരുപാട് സ്ഥലത്ത് അങ്ങനെ താൽക്കാലിക ഷെഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളൂ. പുതിയതിൻ്റെ ഒക്കെ പണി നടന്നു കൊടുക്കുകയാണ്. വേണ്ട ട്രെയിനിൽ യാത്രക്കാർ ഇഷ്ടം പോലെ കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് അങ്ങാടിപ്പുറം എന്ന് പറഞ്ഞ സ്റ്റേഷൻ. ഇവിടുന്ന് ഇനി പോകാനുള്ളത് അടുത്ത തൃശ്ശൂരാണ് തോന്നുന്നത്. അപ്പോൾ ആളുകളിങ്ങനെ ഓടി വരുന്നുണ്ട് കേട്ടോ അതിന് പോകാനുള്ള ആളുകളൊക്കെ. അപ്പോൾ ഓരോരുത്തർക്കും സ്ഥിരം യാത്രക്കാർക്ക് പിന്നെ ഓരോ കമ്പാർട്ട്മെൻറ്റ് എവിടെ വരും, ഏത് സ്ഥലത്ത് നിൽക്കുന്നൊക്കെ അറിയാൻ പറ്റും കേട്ടോ. അവർ ആ സ്ഥലത്ത് തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കും. അപ്പോൾ വണ്ടി കറക്റ്റായിട്ട് അവിടെ വന്ന് നിൽക്കും. പുതിയതായിട്ട് പോകുന്ന ആളുകൾക്കൊക്കെയാണ് അറിയാത്തത്. അപ്പോൾ നമ്മളതൊക്കെ അവിടെ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഇന്ന ലോക്കൽ കമ്പാർട്ട്മെൻറ്റൊക്കെ ഏത് ഭാഗത്താണ് എവിടെയൊക്കെയാണ് വരിക എന്നുള്ളത് അവിടെ അന്വേഷിച്ചാൽ പറഞ്ഞു തരും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് പോയി നിന്നാൽ മതി കേട്ടോ. ട്രെയിന് വന്നാൽ അധിക സമയം നിർത്തൂല. 2-3 മിനിറ്റ് ടൈം കൊണ്ട് വണ്ടി എടുത്തു പോകും. അതിൻ്റെ ഉള്ളിൽ നമ്മൾ കയറണം. ഈ രാത്രി ആയതുകൊണ്ട് കാഴ്ചകളൊന്നും കാണാൻ പറ്റണില്ല കേട്ടോ. ഓരോ സ്റ്റേഷനിലും സ്റ്റേഷനെത്തുമ്പോൾ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ വീഡിയോ എടുക്കാൻ പറ്റുന്നുള്ളൂ. അല്ലാതെ പുറത്തേക്കൊന്നും കാഴ്ചകളില്ലല്ലോ. പകൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ കാഴ്ചകളൊന്നുമില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ സ്റ്റേഷനെത്തുമ്പോൾ അവിടുത്തെ കാഴ്ചകൾ കാണുന്നതൊക്കെ ഇങ്ങനെ പകർത്തുന്നുണ്ട്. പിന്നെ നമ്മൾ ട്രെയിനിൽ കുറേ വർത്തമാനം പറഞ്ഞിരിക്കുക, അങ്ങനെയൊക്കെ കുറേ കച്ചറകളൊക്കെ നടക്കുക ട്രെയിനിൽ. ഉണ്ടോ അങ്ങാടിപ്പുറം സ്റ്റേഷൻ വിടുകയാണ് കേട്ടോ. ഓടി വരുന്നുണ്ടോ ഓരോരുത്തർ ഓടിക്കയറാം. അങ്ങനെ ആളുകൾ വന്നുകൊണ്ടേ നിൽക്കുമ്പോൾ ട്രെയിൻ നിർത്തുന്ന ആ കമ്പാർട്ട്മെൻറ്റും കണക്കാക്കി ഓടി വരികയാണ്. അപ്പോൾ നമ്മൾ പോയപ്പോൾ ട്രെയിനിലൊരു കച്ചറയൊക്കെ ഉണ്ടായിട്ടുണ്ട്. 2 ആളുകൾ തമ്മിൽ
കച്ചറ കൂടി കണ്ട് നമ്മൾ ഇരിക്കുന്ന സീറ്റിൻ്റെ അടിയിൽ വന്ന് വീണിട്ട് അടികൂടി. അവരതിൽ വീഡിയോ കുറച്ച് അവരെ രണ്ടാളും കാണുന്ന ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ട്, അതിലുണ്ടായിരുന്നു. യാത്രകളൊക്കെ ട്രെയിനിൽ യാത്ര ചെയ്യാനൊക്കെ ഇഷ്ടമുള്ള ആളുകളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ചായ കാപ്പി എല്ലാം നമുക്ക് വാങ്ങാം. ഒരുപാട് കച്ചവടക്കാരൊക്കെ ഉണ്ടാവും. ഇതൊക്കെ റെയിൽവേ കോണ്ടാക്ട് കൊടുത്ത ആളുകൾ മാത്രമേ ഇവിടെ കച്ചവടത്തിനുണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അവരുടെ ട്രെയിന് തുടക്കം മുതൽ ലാസ്റ്റ് വരെ കച്ചവടങ്ങൾ അങ്ങനെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഓരോ സ്റ്റേഷനിലെത്തുമ്പോൾ ഓരോ ആളുകൾ വന്നുകൊണ്ടേ നിൽക്കും. സ്റ്റേഷനിൽ ഷെയർ ചെയ്യും. അവിടെ വീട്ടിലെ കാഴ്ചകളൊക്കെ കുറച്ചൊക്കെ ഉള്ളത് യാത്ര ചെയ്തുകൊണ്ട് കാഴ്ചകൾ വല്ലാതെ കാണാൻ പറ്റില്ല. എങ്കിലും സ്റ്റേഷൻ എത്തുമ്പോഴുള്ള കാഴ്ചകൾ ഷർട്ടിട്ട ആളില്ല. ഇയാളാണ് ഇതിലെ വന്ന് വീണത്. മറ്റാൾ അങ്ങനെ ട്രെയിൻ യാത്രയിൽ കച്ചറകളൊക്കെ ഉണ്ടാവും കേട്ടോ. അതെല്ലാം സ്വാഭാവികം. കമ്പാർട്ട്മെൻറ്റിലാവുമ്പോൾ പ്രത്യേകിച്ചുണ്ടാവും. റിസർവ് ചെയ്തിട്ടല്ല കേട്ടോ പോണത്. യാത്ര രസമാണ്. നമുക്ക് ട്രെയിനിലൊക്കെ ബസ്സിൽ പോണതിനൊക്കെ നല്ല രസമാണ് യാത്ര. അടുത്ത സ്റ്റേഷനെത്തി. കാഴ്ചകൾ കാണാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ രാത്രി ആയതുകൊണ്ട് പകല് നമുക്ക് വരാനും പറ്റണില്ല. കാരണം നമുക്ക് അവിടുന്ന് കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരുന്നതും രാത്രി തന്നെ ആവും. അപ്പോൾ കാഴ്ചകൾ പകൽ കാഴ്ചകൾ കാണാൻ പറ്റില്ല. ഞാൻ അടുത്തൊരു വീഡിയോയിൽ പകൽ യാത്ര ചെയ്യുന്ന വീഡിയോ ഒക്കെ എടുക്കണം. ഈ വീഡിയോയിലൊക്കെ ഫുള്ള് രാത്രി കാഴ്ചകളുള്ളൂ കേട്ടോ. ഈ സ്റ്റേഷനിൽ വണ്ടി നിർത്താനെല്ലാം മെല്ലെ മെല്ലെ പോവാം കേട്ടോ. എത്തില്ലേ. പകലാണെന്നുണ്ടെങ്കിൽ ഇവിടുന്നൊക്കെ ദൂര കാഴ്ചകൾ കുറേ കാഴ്ചകൾ കാണാനുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ അങ്കമാലി വഴിയൊക്കെ പോകുമ്പോൾ എയർപോർട്ടുകളൊക്കെ ഇവിടെ നല്ല ക്ലിയറായിട്ട് കാണാൻ പറ്റും. രാത്രി ആയതുകൊണ്ട് അത്ര ക്ലിയറിൽ കാണാൻ പറ്റില്ല. ലൈറ്റുകളൊക്കെ കാണാൻ നല്ല ഭംഗിയല്ലേ രാത്രി ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ. റെഡ് ലൈറ്റൊക്കെ ഇങ്ങനെ കാണാൻ നല്ല മഞ്ഞ് മൂടി നിൽക്കുന്ന മാതിരിയൊക്കെ തോന്നുന്നില്ല. രസമായിട്ട് ഇങ്ങനെ കാണാൻ പറ്റും.